നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. പുഷ്പയോ എന്റെ വീട്ടിലുണ്ടോ സ്വാമി? മഹാഗണപതി! അയ്യോ സ്വാമിയേ, വിനായകനെ, വിഘ്നേശ്വര, നീയാണ് എന്റെ പുഷ്പയെ ഇങ്ങോട്ട് അയച്ചത്. ഞാൻ നിനക്ക് 108 തൈ കൊടുത്തേക്കാം. മഹാഗണപതി ഷർട്ടോടെ അതവിടെ അപ്പൊ കല്ലിണ്ട്. പുഷ്പയോ വരൂ, അകത്തോട്ടിരിക്കാം. കയറിയിരിക്കാന്നേ, വരുമെന്നേ പ്ലീസ്. എന്റെ കത്തിന് മറുപടി തരാൻ നേരിട്ട് വേണമായിരുന്നോ? ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? ഐ ആം റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് ഇറ്റ്. ഈ കത്ത് നിങ്ങൾ അയച്ചതല്ലേ? ആ അതെ. ഇനി ഇങ്ങനെ മര്യാദകൾ കാണിച്ചാൽ അനുഭവം വേറെ ആയിരിക്കും. സോറി, നേരിട്ട് പറയാൻ ഒരു മടി. എന്റെ മനസ്സ് തുറന്നു കാണിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കത്ത് എഴുതിയത്. മറ്റാരെങ്കിലും തുറന്നു കാണിച്ചാൽ മതി, എന്നോട് പ്രേമൊന്നും വേണ്ട, മനസ്സിലായോ? മാഡം, ഞാൻ പ്രേമിക്കും, ചത്താലും പ്രേമിക്കും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആർക്കും ആരെയും പ്രേമിക്കാം. പ്രേമിക്കാം, പക്ഷേ വായില് പല്ലൊന്നും കാണില്ല. പല്ലില്ലാതെ ഞാൻ പ്രേമിക്കും. ദാറ്റ്സ് മൈ ഡീപ് ലവ്. മേലെ നീ പ്രേമോന്നും പറഞ്ഞു വന്നാൽ ലോകത്തിലായിരിക്കും നിങ്ങൾ താമസിക്കുന്നത്, മനസ്സിലായോ? പുഷ്പേ പ്ലീസ്, ഐ റിയലി ലവ് യു. ഐ റിയലി ലവ് യു. എടാ മോനെ, മരുമോനെ, നിനക്ക് ഈ പണിയുണ്ടല്ലയോ? നീ എന്തുവാ പറഞ്ഞേ? ആർക്കും ആരെയും പ്രേമിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷന് വകുപ്പുണ്ടെന്നോ? എന്നാ അവള് പറഞ്ഞ പോലെ ആർക്കും ആരുടെയും പല്ല് തല്ലി കുഴിക്കാനും കോൺസ്റ്റിറ്റ്യൂഷന് വകുപ്പുണ്ട്. ഈ ചെറു പ്രായത്തിലെ നീ വകുപ്പിൽ പിടിച്ച് കളിക്കാതെ ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇത് സിന്ധു. ഈ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ പുറത്തു പോകും, ഞാനൊന്ന് പരിശോധിക്കട്ടെ. അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഡോക്ടർ. കൺഫേംഡ് കേസാണ്. സാധാരണ പെൺകുട്ടികൾക്ക് ഉണ്ടാകാവുന്ന ചുറ്റിക്കളി തന്നെ, ഗർഭം. എത്ര മാസമായി? 4. കാര്യം എന്താണെന്ന് വെച്ചാ വളർത്തി കേട്ടാൽ അങ്ങ് പറയാം. ഇതൊന്ന് ആലോചിപ്പിക്കണം. ഈ കുട്ടിയുടെ ഹസ്ബൻഡ് എവിടെ? അതല്ലേ ഡോക്ടർ പ്രശ്നം. അങ്ങനൊരു പാർട്ടി ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. അബോർഷൻ നടത്താം. ഉത്തരവാദപ്പെട്ടവരാരെങ്കിലും രേഖാമൂലം ആവശ്യപ്പെടണം. തുക വല്ലതും കൂടുതൽ വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി ഡോക്ടറെ. പുറത്തെ റേറ്റിലൊന്നും 1000-ഓ 2000-ഓ കൂട്ടിത്തരാം. എന്താ പോരെ? മിസ്റ്റർ, നിങ്ങളുടെ സംസാരം അതിൽ കിടക്കുന്നു. ഓഹോ, അപ്പോ ചെയ്തു തരത്തില്ലെന്നാണോ? ചെയ്തു തരാം. ഉത്തരവാദിത്തം ഏറ്റെടുത്തോണ്ട് ഒരു കടലാസ് ഒപ്പിട്ട് തരാൻ തയ്യാറാണോ നിങ്ങൾ ആരെങ്കിലും? നടക്കാത്ത കാര്യം പറയല്ലേ ഡോക്ടർ. എങ്കിൽ പ്ലീസ്, ദാ പുറത്തേക്കുള്ള വാതിൽ അതാണ്. എന്റെ സമയത്തിന് വിലയുണ്ട്. ഡോക്ടർ, നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. മാന്യമായ ഭാഷയിൽ ആദ്യമേ പറഞ്ഞു. അനുസരിക്കാൻ ഭാവമില്ലെങ്കിൽ എനിക്ക് പരുഷമായ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. പ്ലീസ് ഗെറ്റ് ഔട്ട്. പേടിപ്പിക്കാതെ ഡോക്ടറെ. അത്ര പെട്ടെന്നൊന്നും വിരളുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾ ആരും. എന്താ ഇവിടെ? അല്ല ഡോക്ടറെ, ആർക്കും ഛേദമില്ലാത്തൊരു ഉപകാരം. ഒരു ചെറിയ അബോർഷൻ കേസ്. ഇതേ അവൾക്കാണെങ്കിൽ സമ്മതം. ചോദിക്കുന്ന പൈസ തരും. കാശ് മാത്രം നോക്കിയിട്ടല്ല ഞാൻ ഈ ഹോസ്പിറ്റൽ നടത്തുന്നത്. എനിക്ക് എന്റേതായ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. കൊണ്ടുപോയി കളയണം ഡോക്ടറെ. പ്രിൻസിപ്പിൾ. ഡോക്ടർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കാര്യം മറക്കണം, അതിനുള്ള വഴി നോക്കാം നമുക്ക്. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ എന്റെ മുറിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഉത്തരവാദിത്തം രേഖാമൂലം ആരും ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത സ്ഥിതിക്ക് ഈ കേസ് ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പ്രയാസമാണ്. ആൻഡ് ദിസ് ഈസ് മൈ ലാസ്റ്റ് വേർഡ്. നിങ്ങൾക്ക് പോവാം. ഓ, ഇതങ്ങ് നാട്ടുനടപ്പില്ലാത്ത പോലാണല്ലോ ഡോക്ടറുടെ സംസാരം. ഇതിലും വലിയ ഹോസ്പിറ്റലിൽ വരെ ഇതൊക്കെ തന്നെയാ മെയിൻ ലൈൻ. ബാക്കിയുള്ള സ്ഥലങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. എന്റെ ഇഷ്ടപ്രകാരം ഹോസ്പിറ്റൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. ഐ എം സോറി. അപ്പൊ ഡോക്ടർ വേണ്ട, കൂടുതൽ സംസാരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്റെ ഫൈനൽ വേറെന്താണെന്ന്. ഇവിടെ ഇത് സാധ്യമല്ല. നിങ്ങൾ പോണം പ്ലീസ്. ഐ സേ യു ഗെറ്റ് ലോസ്റ്റ് മാൻ. എന്താണ് അവന്മാർ നമ്മൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചും നമ്മളെ കുറിച്ചും കരുതിയിരിക്കുന്നത്?
അങ്ങോട്ട് മാറിയേ, അങ്ങോട്ട് മാറില്ലേ, പുറകോട്ട് മാറിയല്ലേ, മാറുന്നേ. ഒരു 7 പേരുണ്ടായിരുന്നു. അതെ, കണ്ടപ്പോഴേ പന്തിയല്ലെന്ന് എനിക്ക് തോന്നി. പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ പറ്റുമെന്ന് കരുതിയാണ് അവർ വന്നത്. പാവം ആ കുട്ടി. ഷീമത് ഹാബിൻ ചീറ്റഡ്. അതുകൊണ്ടാവും ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്താണെന്ന് പറയാൻ വയ്യ. സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കൊലപാതകവുമാകാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടിയല്ല മരിച്ചതെന്നുണ്ട്. കഴുത്തിൽ പാടുകളുമുണ്ട്. എ ക്ലിയർ കേസ് ഓഫ് സ്ട്രാംഗ്ലിംഗ്. മൈ ഗോഡ്. മരിച്ച പെൺകുട്ടിയുടെ ബ്ലൗസിനുള്ളിൽ നിന്നും ഡോക്ടറുടെ ആശുപത്രിയിലെ ഒരു OP ചീട്ടും ഒരു ബസ് ടിക്കറ്റും കുറച്ച് പണവും കിട്ടി. അതാണ് ആകെ കൂടെ കിട്ടിയ തൊണ്ടി. കുറ്റപത്രം ചേർത്താൻ മാത്രം എവിഡൻസ് ഇല്ല. ആസ് ഇറ്റ് ഈസ്. സ്റ്റിൽ ലെറ്റ് മീ സീ. എന്നോടിപ്പോൾ പറഞ്ഞത് വേണ്ടി വന്നാൽ കോടതിയിൽ വന്ന് മൊഴികൊടുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. സത്യം പറയുന്നതിൽ എന്താണ് സാർ ബുദ്ധിമുട്ട്? ഞാനിത് എവിടെ വേണേലും വന്ന് പറയാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. Each time I cling to your kiss, I hear music divine. Bésame, bésame mucho. Hold me, my darling, and say that you'll always be mine. I know that this story is something you might have been folding you, giving you this joy before. Whoever thought I'll be holding you. ഒരു ഫുൾ ബോട്ടിൽ വിസ്കി കൂടി വേണം. കുറച്ച് ചിക്കൻ 65. സാറേ, പറ്റിപ്പോഴേ എത്രയാണെന്ന് അറിയോ? അത് തീർക്കാണ്ട് ഇനി കൊടുക്കണ്ടെന്നാ മാനേജർ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഇത്രയും തന്നു തന്നെ ഞങ്ങളുടെ റിസ്കില്ല. ശരി, പരിഹാരം ഉണ്ടാക്കാം. ഈ കാലിക്കുപ്പി നിരത്തി വെച്ചിരിക്കുന്ന ഈ കുപ്പികളിലേക്ക് എറിഞ്ഞാൽ സുമാർ എത്ര തൊട്ട് കിട്ടും? നല്ല കണക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ 7 പേര് മാറി മാറി എറിഞ്ഞാല്. അയ്യോ സാറ് ചതിക്കല്ലേ. എനിക്ക് മര്യാദ കുപ്പി എടുക്ക. അങ്ങനെ ഇതാ അറിയാ, ആവശ്യമുള്ളത് കുടിച്ചോ. വെൽ യങ്മൻ, കയ്യിലുള്ള ഗ്ലാസുകളെല്ലാം പെട്ടെന്നൊന്ന് കാലിയാക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അല്പം ജോലിയുണ്ട്. വാണ്ടൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് സാവകാശം പറയാം. എന്റെ പൊന്നനിയന്മാര് ഒന്ന് എളുപ്പം പുറപ്പെടാൻ നോക്ക്. സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരുപാട് ജോലിയുള്ളതാ. നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ എന്റെ കയ്യിൽ വാറണ്ടുണ്ട്. എന്തിന്? ഒരു പാവം പെങ്കൊച്ചിന്റെ ശവം ഇവിടെ അടുത്തൊരു പുഴയിൽ പൊങ്ങി. സിന്ധു എന്നാ പെങ്കൊച്ചിന്റെ പേര്. സാറിനൊരു സംശയം, അതൊരു കൊലപാതകമാണോന്ന്. സംശയം വെറുതെ മനസ്സിലിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാന്ന് കരുതിയ? അതും ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധം? ആ പെൺകുട്ടിയും കൊണ്ട് നിങ്ങൾ ഡോക്ടർ ശാരദയുടെ അടുത്തിയെന്ന് അബോർഷൻ നിർബന്ധിച്ചു എന്ന് പറയുന്നത് തന്നെ ബന്ധമുണ്ട് എന്നുള്ളതിന് തെളിവല്ലേ? എന്നാര് പറഞ്ഞു? ഡോക്ടർ ശാരദയും ഡോക്ടർ രാമചന്ദ്രനും തന്നെ. എന്റെ അടുത്ത് മാത്രമല്ല, കോടതിയിലും അവരത് തന്നെ പറയും. ഇൻസ്പെക്ടർ, നിങ്ങൾ കളിക്കുന്നത് തീ കൊണ്ടാണ്. വെറുതെ ആളും നിലയും അറിയാതെ. ബലപ്രയോഗം കഴിവതും ഒഴിവാക്കണമെന്നാ ഞങ്ങളുടെ പെരുമാറ്റച്ചട്ടത്തിലുള്ളത്. വെറുതെ പണി ഉണ്ടാക്കല്ലേ മക്കളെ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലേ വകുപ്പുകൾ ഇനിയും കൂടും. ചുമ്മാ എങ്കി പോരെ. വാ മക്കളെ. മര്യാദയ്ക്ക് പറഞ്ഞോ നിങ്ങൾ കേൾക്കില്ലേ? നീയൊക്കെ വല്യമ്മയുടെ മക്കളെ മനസ്സിൽ വെച്ചിട്ടാ മതി. ഇവിടെ വെക്ക. ഇങ്ങനെയാണെങ്കിലേ ഞങ്ങളില്ല. കള്ളക്കൊടി കാട്ടിട്ടാ പിന്നെയും തോൽക്കണം. പിന്നെ ഒരു കള്ളക്കളിയൊക്കെ ഇല്ലാതെ എങ്ങനെ അതിന്റെ ഒരു 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 രസം ഉണ്ടാവുക? ശരി, തുടങ്ങാം.
നോക്കുന്നത്? പോലീസ് അറസ്റ്റ് ചെയ്ത ഞങ്ങൾ എങ്ങനെ വന്നു എന്നാവും അല്ലേ? അതിനാണല്ലോ വക്കീലും ജാമ്യവും എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾക്കെതിരായി കോടതിയിൽ സാക്ഷി പറയാൻ പോകുന്നെന്ന് കേട്ടു. അതെ, ഞങ്ങൾ കണ്ടതാണ്. നിങ്ങൾ ആ പെൺകുട്ടിയുമായി ഹോസ്പിറ്റലിൽ വന്നതല്ലേ? ഞങ്ങളത് പറയും. ഇല്ല, പറ്റില്ല. ഡോക്ടർക്ക് അതിന് കഴിയില്ല. നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്? ഇറങ്ങിപ്പോണം മിസ്റ്റർ. കുഴിച്ചു മൂട്. പാവം ഡോക്ടർ, ഭാര്യ മരിച്ചു, സഹോദരി ഹോസ്പിറ്റലിലാണ്, ഇതുവരെ ബോധം വീണിട്ടില്ല. ആ കുട്ടിയുടെ ഗതി ഇനി എന്താവുമോ എന്തോ, വളരെ സീരിയസ് ആവും. മനുഷ്യർ ഇത്രയും ക്രൂരന്മാരാകരുത്. ഈ വേഷം ധരിച്ച ഞങ്ങളൊക്കെ വെറും നോക്കുകുട്ടികളായി പോയി മോനെ. എന്റെ കൈയും കാലും കെട്ടിയിട്ട് ശബ്ദിക്കാൻ പോലും കഴിയാതെ ഞാൻ നോക്കി നോക്കി എന്റെ കൺമുന്നിൽ വെച്ച്. ഡോക്ടർ, നിങ്ങൾ വീണ്ടും പഴയ പല്ലവി തന്നെ ആവർത്തിക്കുകയാണ്. എന്റെ കക്ഷികൾ എന്തിനു വേണ്ടി നിങ്ങളുടെ കുടുംബത്തോടെ ക്രൂരത കാട്ടണം? എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ. ഇവർ ചെയ്തു പോന്ന പല തെമ്മാടിത്തരങ്ങൾക്കെതിരെ ഞാൻ ശബ്ദമുയർത്തിയിരുന്നു, പരാതി നൽകിയിരുന്നു. ആ വൈരാഗ്യത്തിന് പക തീർക്കുകയായിരുന്നു അവർ. ഡോക്ടർ, തെളിവുകൾ കൊണ്ട് സ്ഥാപിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നതല്ല. കോടതിയിൽ ഇതിന് യാതൊരു പ്രസക്തിയുമില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കാൻ സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഹാജരാക്കൂ. സാക്ഷി
എനിക്ക് സാക്ഷി ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം അറിയുന്ന ഈശ്വരൻ. യുവർ ഓണർ, പ്രോസിക്യൂഷനോടുള്ള പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി തന്നെ എന്റെ കക്ഷികൾക്ക് ഈ കേസുമായി ഒരു ബന്ധമില്ലെന്ന് സ്ഥാപിക്കാൻ അലീബി എന്ന നിയമം അംഗീകരിക്കുന്ന ഒരു ചെറിയ തെളിവ് ഞാൻ ഹാജരാക്കട്ടെ. ബാലു, ചന്ദ്രു, രാമു, വിൽസൺ, ഈ കക്ഷികൾ 4 പേരും. കൂട്ടത്തിൽ മിസ്റ്റർ ചന്ദ്രു ഇന്ന് കോടതിയിലില്ല. പ്രോസിക്യൂഷൻ അറിയാവുന്നതുപോലെ അദ്ദേഹം സുഖമില്ല ഹോസ്പിറ്റലിലാണ്. ഇവർ 4 പേരും ഡോക്ടർ രാമേന്ദ്രന്റെ വീട്ടിൽ ക്രൂരമായി ദുരന്തം നടക്കുമ്പോൾ മൈലുകൾക്കപ്പുറത്ത് ബാംഗ്ലൂരിലായിരുന്നു. ബാലുവിന്റെ അമ്മാവനും MP യുമായ ശ്രീ നന്ദൻമേനന്റെ സുഹൃത്തും ബിസിനസ് പാർട്ണറും സ്ഥലം MLA-യുമായ ശ്രീ രാമകൃഷ്ണ റാവുവിന്റെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ ശ്രീ നന്ദൻമേനന്റെ കൂടെ മന്ത്രിമാരും MP-മാരും അടക്കം നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത ആ ചടങ്ങിൽ എന്റെ കക്ഷികളും സന്നിഹിതരായിരുന്നു എന്നതിന് പ്രസ്തുത ചടങ്ങുകളുടെ ഫോട്ടോ ആൽബവും വീഡിയോ കാസറ്റും മതിയായ തെളിവുകളാണ്. ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കുകയാണെങ്കിൽ ശ്രീ നന്ദൻ മേനോനെ സാക്ഷിയായി വിസ്തരിക്കാം. സത്യം. ഈശ്വരൻ സാക്ഷിയായി സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാം. വെൽ മിസ്റ്റർ നന്ദൻ മേനോൻ, ബാലു, ചന്ദ്രു, രാമു, വിൽസൺ എന്നീ 4 പേരും താങ്കളോടൊപ്പം ബാംഗ്ലൂരിൽ മിസ്റ്റർ രാമകൃഷ്ണ റാവുവിന്റെ മകളുടെ വിവാഹത്തിൽ സംബന്ധിച്ചിരുന്നു എന്നത് സത്യമാണ് അല്ലേ? അതെ, സത്യമാണ്. അവർ 4 പേരും എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഇവർ ബാംഗ്ലൂരിലെത്തിയത്? വിവാഹത്തിന്റെ തലേന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ. എന്ന് പറയുമ്പോൾ ഇവർ ഓണർ, ഇവർ 4 പേരും സംഭവം നടന്നതിന് തലേന്ന് തൊട്ടേ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു എന്ന് ഇദ്ദേഹം സാക്ഷ്യം പറയുന്നു. 2 ലക്ഷത്തിലെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ജയിച്ച MP ആണ് ഇദ്ദേഹം. ഈ സാക്ഷിമൊഴിക്ക് ഇതിന്റേതായ വില കൊടുക്കണം. ഇവർ 4 പേരും ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തതിന്റെ എയർ ടിക്കറ്റുകളാണിത്. ഇനി അവശേഷിക്കുന്നത് 3 പേരാണ്. അവരിൽ ടോമിയും കാസിമും അന്നേ ദിവസം മദ്രാസിൽ കോമൺവെൽത്ത് ഇന്ത്യയിൽ എക്സിക്യൂട്ടീവ് ട്രെയിനേഴ്സിൽ തിരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയായിരുന്നു എന്നതിനുള്ള തെളിവുകളാണിത്. ഡേവിസ് പ്രസ്തുത ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുൻപിൽ വിവിധ കക്ഷി യുവജന സംഘടനകൾ നടത്തിയ പിക്കറ്റിംഗിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചതായി ഈ രേഖയിൽ കാണുന്നു. ബാംഗ്ലൂരിലും മദ്രാസിലും തിരുവനന്തപുരത്തുമായിരുന്ന എന്റെ കക്ഷികൾ ഈ ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകുക തിരികെ നാട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. കോടതിക്ക് അംഗീകരിക്കാൻ മാത്രം വിശ്വാസ്യത ഈ അലീബി എവിഡൻസ് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അടുത്ത മാസം 9-ാം തീയതി വിധി പറയുന്നതിന് വേണ്ടി ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നു. പ്രതികളുടെ മേൽ ചാർത്തപ്പെട്ട കുറ്റം സംശയാതീതമാവിധം തെളിയിക്കുവാൻ വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ലാത്തതിനാലും ഹാജരാക്കിയ ഏക തെളിവായ ഡോക്ടർ രാമചന്ദ്രന്റെ സാക്ഷിമൊഴിയുടെ വിശ്വാസ്യത കോടതിക്ക് ബോധ്യപ്പെടാത്തതിനാലും സർവോപരി പ്രതികൾക്ക് സംശയാതീതമാവിധം അലിവി എവിഡൻസിന്റെ ആനുകൂല്യം ഉള്ളതിനാലും പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് ഈ കോടതി ഉത്തരവായിരിക്കുന്നു. Bye. Bye.